ഒന്നും നടക്കില്ല സാറേ. ആ പെണ്ണൊരു ഭദ്രകാളിയാ. അവര് ഞങ്ങളുടെ പണി കളയിക്കും. സാറ് വിട്ടോ. ആ വണ്ടിയും ചന്ദനമൊക്കെ പോയിന്ന് കരുതിയാൽ മതി. എനിക്കിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സാർ. ഞാൻ അവരോട് സംസാരിച്ച് നോക്കട്ടെ. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അവരെ ഒന്ന് കാണാമല്ലോ. ആ റൂമിലുണ്ട്. സാർ ഇവിടെ നിൽക്കുക, ഞാനൊന്ന് പോയി കാണട്ടെ. ശരി സാർ. Excuse me. Yes? എന്താ വിളിച്ചത്? അത് നിങ്ങളുടേതാണോ ആ വണ്ടിയും രക്തചന്ദനവും? അതെ, ബട്ട് കൊള്ളാം. അപ്പൊ കോളേജിൽ വെച്ചുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടി തരം താഴുക ചെയ്തത് അല്ലേ? അഷിതയുടെ കാര്യങ്ങൾ എങ്ങനെ പറയുമെന്ന ടെൻഷനിലായിരുന്നു ഞാൻ. ഇപ്പൊ ഈശ്വരനായിട്ടൊരു വഴി കാണിച്ചു തന്നിരിക്കെ എനിക്ക്. വലിയൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പയ്യനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് കരുതിയിരിക്കുന്നവർക്ക് തന്റെ തനി സ്വഭാവം അറിയില്ലല്ലോ. ഇനി ഞാൻ പറയാതെ തന്നെ എല്ലാവരും എല്ലാം അറിഞ്ഞോളൂ. ശ്രീ ദുർഗ, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. താൻ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. വേണ്ട, വെറുതെ നുണകൾ പറയാൻ ശ്രമിക്കണ്ട. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നും കോളേജിൽ പഠിക്കുമ്പോ തൊട്ട് എനിക്ക് അറിയാലോ. വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടല്ലോ. പിന്നെ എന്തിനാ താൻ ഈ പണിക്കൊക്കെ പോകുന്നത്? പൂർണിമ ചേച്ചിയും തന്റെ അച്ഛനും ഒക്കെ എത്ര നല്ല ആൾക്കാരാ. അവരെ കൂടി പറയിപ്പിക്കാൻ താൻ ഒരുത്ത മതിയല്ലോ. ദുർഗ പ്ലീസ്, ഞാൻ പറയുന്നു കേക്ക്. ഇത് എന്റെ രക്തചന്ദനമൊന്നും അല്ല. പിന്നെ എന്തിനാ നിങ്ങൾ സംസാരിക്കാൻ വന്നത്? എൻ്റെ ഒരു ഫ്രണ്ടിന് കോസ്മെറ്റിക് ഫാക്ടറി ഉണ്ട്. അവിടേക്ക് ഒരുപാട് രക്തചന്ദനം വേണം. എല്ലാം ലീഗലി എടുത്താൽ അവൾക്കത് മുതലാവില്ല. സോ അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇല്ലീഗലായിട്ട് എടുക്കും. ഇപ്രാവശ്യം അവൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എന്നോട് സഹായം ചോദിച്ചു. ഇത് രക്തചന്ദനമാണെന്നോ ഇല്ലീഗലാണോന്നൊന്നും എനിക്കറിയില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞ് അവൻ വിളിച്ച് കാര്യം പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത് തന്നെ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ കാര്യം SIയോട് സംസാരിച്ച് അവസാനിപ്പിക്കാലോ. അങ്ങനെ ചെയ്യാം, പക്ഷേ നിങ്ങളിതിൻ്റെ പിന്നാലെ ഇറങ്ങിയാൽ അത് പ്രശ്നമാവും. ലീഗലി ഇത് വിട്ടുതരാൻ SIക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് കേസാകും. അങ്ങനെ സംഭവിച്ചാൽ മീഡിയ അറിയും. പൂർണിമ ചേച്ചിയെ തകർക്കാൻ ബാക്കി എല്ലാ ചാനലും അവസരം നോക്കി ഇരിക്കുക. നിങ്ങൾ ഈ കേസ് പിൻവലിച്ച ബാക്കിയെല്ലാം ഞാൻ സെറ്റിൽ ചെയ്തോളാം. അല്ലെങ്കിൽ ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ, പൂർണിമ ചേച്ചിയുടെ ബിസിനസ്, ചാനൽ, പിന്നെ ഈ കല്യാണം എല്ലാം തകരും. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ദുർഗയുടെ വാശി കാരണം ഇത്രയും നഷ്ടങ്ങളുണ്ടാവും. ആലോചിച്ച് തീരുമാനം എടുക്കും. ഇതിക്കുള്ളൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ താൻ കരുതും പോലെ അന്ന് കോളേജിൽ വെച്ച് കണ്ടിരുന്ന പൃഥ്വി അല്ല ഞാനിപ്പോൾ. അവിടുന്നൊക്കെ ഒരുപാട് മാറി.